നമസ്കാരം, മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. 1999 അതോ 2000-ലോ എനിക്ക് വർഷം ഓർമ്മയില്ല. പോളിടെക്നിക്കിൽ എൻ്റെ മകൻ പഠിക്കുന്ന അമ്പലൂർ ത്യാഗരാജ പോളിടെക്നിക്കിൽ ഒരു കോഴ്സ് 3 മാസ കോഴ്സിൽ എനിക്ക് പ്രവേശനം കിട്ടുന്നുണ്ടായി. അന്ന് ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അങ്ങനെ എന്തോ ഒരു കോഴ്സാണ്. അത് എനിക്ക് വ്യക്തിയായിട്ട് പറയാത്ത എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന ദിവസങ്ങളിൽ ടീച്ചർ ഉണ്ടാവില്ല, ടീച്ചർ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പോകാറില്ല. അങ്ങനെ അത് മാക്സിമം ഒരു 2 ആഴ്ചയോ മറ്റോ പോയി. അത് അങ്ങനെ എല്ലാവർക്കും സീറ്റ് കിട്ടില്ല. അത്യാവശ്യം വായനാക്കുള്ളവർക്കാണ് കിട്ടുക. അത് കുറവില്ലാത്തതുകൊണ്ട് എനിക്കന്ന് സീറ്റ് കിട്ടിയതാണ്. വേറൊരാളുടെ അവസരം നിഷേധിച്ചു എന്ന് പറയാൻ തന്നെയായിരിക്കും ശരി. അവിടെ അന്ന് ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ മാളാരവിന്ദൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് നമ്മുടെ കൈവിരലുകളെ കുറിച്ചാണ്. ഈ 5 വിരലുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂട്ടങ്ങൾ ഉണ്ടായിത്ര. ആരാണ് വലിയവൻ എന്ന് ചോദിച്ചിട്ടായിരുന്നു അവരുടെ തല്ലൂട്ടം. അപ്പോൾ തള്ളവിരൽ പറഞ്ഞു, ഞാൻ തള്ളയാണ് നിങ്ങളെല്ലാവരും, വല്ലാണ്ട് നിങ്ങൾ തുള്ളണ്ട. അപ്പോൾ രണ്ടാമത്തവൻ പറഞ്ഞു, ഞാൻ ചൂണ്ടുവരലാണ്, ഒരു നേരെ ഒരാൾ ചൂണ്ടിക്കഴിഞ്ഞാൽ അവൻ ഭയന്നോടും, അതുകൊണ്ട് വല്ലാണ്ട് നിങ്ങൾ പൊളയ്ക്കേണ്ട. മൂന്നാമത്തവൻ പറഞ്ഞു, ഇതിലേറ്റവും വലിയവൻ ഞാനാണ്, നടുവരൽ, നടുക്ക് നിൽക്കുന്നതാണ് എൻ്റെ സ്ഥാനം, അതുകൊണ്ട് എന്നും നടുവിലുള്ളവനാണ് സ്ഥാനമാനക്കാരൻ എന്ന് അവൻ പറഞ്ഞു. അടുത്തത് മോതിരവിരൽ. അവൻ സ്വാഭാവികമായിട്ട് പറയല്ലോ, ഞാൻ സ്വർണം അണിയുന്നവനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സമ്പന്നനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അടുക്ക മുട്ടാനുള്ള യോഗ്യത ഇല്ല, വിട്ടുപിടിക്കും മക്കളായിരുന്നു. അവസാനമുള്ള ചെറുവല്ലാണ്. അവനെ പ്രത്യേകിച്ചൊന്നും പറയാണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ഷേ ഒരാൾ മറ്റാളുടെ നേരെ നോക്കി കൈ കൂപ്പുമ്പോൾ ആദ്യം മുന്നിൽ ഞാനായിരിക്കും ഉണ്ടാവുക. എൻ്റെ സ്ഥാനം ഏറ്റവും മുന്നിലാണ്. അങ്ങനെ ഒരു സ്ഥാനം നിങ്ങൾക്ക് കിട്ടുമോ? ഇതിൽ ആരാണ് വലുത് ആരാണ് ചെറുതെന്ന ചോദ്യത്തിന് ഉത്തരം എനിക്കില്ല. ഇങ്ങനൊരു സംഗതി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പ്രസംഗമായിരുന്നത്.